ഹാപ്പി ബർത്ത്ഡേ ജാസി എന്ന് പറഞ്ഞ കേക്ക് കട്ട് DJ അല്ല DJ ഇപ്പം വേണ്ട കേക്കൂല. ഹാപ്പി ബർത്ത്ഡേ ജോയു ഹാപ്പി ബർത്ത്ഡേ ജോയു ഹാപ്പി ബർത്ത്ഡേ ഡിയർ ജാസി ഹാപ്പി ബർത്ത്ഡേ ജോയു. നീ എന്തെങ്കിലും മനസ്സിൽ വിഷ് ചെയ്തിട്ട് ഇത് ഊതിക്കെടുത്തണം ആദ്യം. നീ എന്തെങ്കിലും മനസ്സിൽ ആഗ്രഹിച്ചിട്ട് ഊതിക്കെടുത്ത്. അല്ല ഊതിക്കെടുത്തണം. നീ എന്തെങ്കിലും ആഗ്രഹിക്കും. ഒറ്റ ഊതിനെല്ലാം കെടുത്തണം. മന്ത്രവാദി എനിക്കറിയാം. ഷമീറിനെ കൊല്ലെങ്കിൽ പെണ്ണ് കിട്ടണേ. ഹാപ്പി ബർത്ത്ഡേ പാട്ടെങ്കിലും ഡീജ ഒരു ഹാപ്പി ബർത്ത്ഡേ സോങ് ഇടും. പക്ഷെ ഡീജന്റെ കൺസോളിന് സൗണ്ട് ഇല്ല. ഒരു ഡീജനെ കൊണ്ടുവന്നത്. അയാളെ പേരെന്താന്ന് ചോദിച്ചാ നീ? DJ രാജൻ കോയിക്കോട്. അല്ല ഞാൻ കളിയാക്കുന്നതല്ല, ശരിക്കും അയാളെ പേരതാ. DJ രാജ് കോഴിക്കോട്. നീ ക്ഷീണിച്ചടാ. മാക്കിന്റെ കാര്യം പറഞ്ഞ പുതിയ വ്യൂവേഴ്സിന് അറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞ. മാക്ക് എന്ന് പറഞ്ഞ പണ്ട് എന്നെ നല്ല കിടിലം പോലെ മാനേജ് ചെയ്തോണ്ടിരുന്നു. ഒരു കാര്യമില്ലായിരുന്നു. നീ എന്തിനാ പോയത്? എന്തിനാ പോയത് പറഞ്ഞെടുക്കുക. ഇവരിവിടെ നല്ല സാലറി, നല്ല ഫുഡ്, നല്ല വൈബ്, എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷെ ഇവന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രമാണികൾ. മറ്റേ എന്താന്ന് എന്താ പറയുന്നത്, ഇവന്റെ ഫാമിലി സമ്മതിക്കുന്നില്ല. എന്റെ കൂടെ ജോലി എന്നുള്ള ഇവന്റെ ഫാമിലി സമ്മതിക്കുന്നില്ല. പക്ഷെ ഇപ്പം സമ്മതിക്കുന്നു തോന്നല. ഇപ്പൊ ഓക്കെയാ. പണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അമ്മായി പരിപാടിയല്ലേ ചെയ്യല. അപ്പം ഒരിക്കലും ഇവന്റെ ഫാമിലിന്റെ തെറ്റാന്ന് ഞാൻ പറയുന്നില്ല. അത് എന്റെ തെറ്റായിരുന്നു. അപ്പൊ അങ്ങനെ ഒരാളുടെ കൂടെ മാനേജറായിട്ട് എന്ന് പറഞ്ഞാൽ അവർക്കൊരു നടക്കണമല്ലോ. അങ്ങനെ ഇവനാ വേണ്ട മതി. അങ്ങനെ ഇവന് ഒഴിഞ്ഞതാണ് എന്റെ അടുത്ത് മാനേജറായിട്ട്. തിരിച്ചു കയറാൻ ഉദ്ദേശം ഉണ്ടോ? മെമ്പർ മാക്ക് എന്നെല്ലാം പറയുന്ന പക്ഷെ പറഞ്ഞിട്ടല്ല ഓൻ വരൂല. ഞാൻ അവനെ എപ്പം വിളിക്കല. ഞാൻ എല്ലാ ദിവസവും വിളിക്കുന്ന ഒരാളിതാണ്. ഞാൻ ഫോണിൽ ഞാൻ അധികം ഫോൺ വിളിയും പരിപാടിയില്ല. പക്ഷെ എല്ലാ ദിവസവും ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാള് മാക്കാണ്. പക്ഷെ ഇവന് ലൈവ് പിന്നെ തിരിച്ച് 10th മെമ്പറായിട്ട് ഇങ്ങനത്തേനൊന്നും ഇവന് താല്പര്യമില്ലടാ. ഇത് തന്നെ ജാസിന്റെ ബർത്ത്ഡേ ആയിക്കൊണ്ട് മാത്രം വന്നേ. എല്ലാം വരൂല. കേക്കല മാറ്റി പാർട്ടി കളിക്കാൻ പറ്റില്ല. നീ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? എനിക്ക് ഡാൻസ് ഒന്നും പറ്റില്ല. ഡാൻസ് ഒന്നും പറ്റില്ല. ഞാനൊരു പുരോഹിതൻ. ഡാൻസ് കളിക്കാൻ പറ്റുമോ? വീട് പാർട്ടിയുടെ ആണ്. നിങ്ങൾ ഇതൊന്നും ഇവിടെ നടക്കൂല. ഇതെല്ലാം എടുത്ത് മാറ്റോ. അത് കത്തായിട്ടല്ല. അത് ചില ദിവസങ്ങളിൽ മോനെ മേഘത്തിന് കത്തി അപ്പം വരും. എനിക്ക് അറിയാത്തോണ്ട് ഞാൻ ഇതേപോലെ ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ചെമ്മേറെ ഈ പാന്റെ പുറത്ത് പറഞ്ഞു. കെട്ടിപ്പിടിക്കട്ടോ. DJ കേക്ക് കൊടുത്താ ഫുഡ് കഴിക്കാൻ പോവാ. ഒരു പ്രേതപ്പാട് ഇടാൻ പറയാം. പ്രേതപ്പെടാ മോനെ. നിങ്ങളെപ്പോ ഈ പ്രേതം എന്നുള്ള ജീവിതം നിർത്ത്. ഇത് ബർത്ത്ഡേ, ഇത് കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഇത് പൊട്ടിക്കണ്ടേ. ഗിഫ്റ്റ് ഉണ്ട്. മറ്റാരെ
സെമേർ ജാസിക്ക് ഒരു മുത്തം കൊടുക്ക്. അൺബോക്സ് പൊട്ടിക്കാൻ ആരെടുത്തിട്ടില്ല ഞാൻ പൊട്ടിക്കട്ടെ. എന്തായിരിക്കും ജാസി? ഓവനാ ഓവനാ? ആ ഇന്നലെ ലൈവില് ജാസിക്ക് എന്താ കൊടുക്കേണ്ടത് ചോദിച്ചപ്പോ കുറെ ആള് പറഞ്ഞത് മൈക്രോവേവ് കൊടുക്കാം. പക്ഷെ ആ ഒരു കാര്യം പറ്റേ, ഒഫീഷ്യലി ഗൈസ്, ഒഫീഷ്യൽ അനൗൺസ്മെന്റ്, ജാസി കുക്കിംഗ് ചെയ്യണ്ട. ജാസിന്റെ കുക്ക് എനിക്ക് സന്തോഷം. ഇനി ഒഫീഷ്യലി നമുക്ക് വേണ്ടി കുക്ക് ചെയ്യാമോ? ഇങ്ങനെയാണ് കരിയർ അപ്ഡേറ്റ് ആവേണ്ടത്. അല്ലാണ്ട് ഇതെന്താ ഉള്ളു നോക്കി? ഇത് ഉള്ളി കണ്ടിട്ടെന്താ വന്ന്? വാഷിംഗ് മെഷീനാണോ? ചെറിയ ഫ്രിഡ്ജാ നമ്മളെ. എന്തായിരിക്കും ഇനി മനസ്സിലാകുന്നില്ല. നീ പൊട്ടനാണ്. ഞാൻ വെഞ്ചരിക്കണത് പൊട്ടിക്കല്ല, അത് കുഴപ്പമില്ല. അതിന്റെ കവറിങ് മാറ്റിയതാ. സന്തോഷ ജന്മദിനം. ഇതിന്റെ ബാക്കി സാധനങ്ങൾ പോയിട്ട് എടുക്കണം. പെട്ടെന്ന് ഇതേ വാങ്ങാൻ പറ്റുള്ളൂ. പോയിട്ട് നാളെ പോയി മോണിറ്റർ, ഇതിന്റെ കീബോർഡ്, മൗസ്, അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളും കുറച്ച് വാങ്ങാണ്ട്, മൈക്ക്, ഹെഡ്സെറ്റ്. അപ്പൊ ജാസി അടുത്ത സ്ട്രീമർ ജാസി. കൊറേ കാലം അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെട്ടല്ലേ? ഇത് കുറച്ചാലും സ്ട്രീം ഒറ്റക്കിരുന്ന് സ്ട്രീം. ഇതുപോലൊന്നും ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം. ഇത്ര ആൾക്കാർ കൂടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഇത്ര ആൾക്കാർ എന്റെ ചുറ്റും നിന്നിട്ട് വന്നില്ലടാ, പിന്നെന്താ പ്രശ്നമോ? തൊപ്പി അതാരാ സ്പ്രേ എല്ലാം അടിച്ചത്? നിലം പറ്റുന്ന, കാല് പറ്റുന്ന. ഈ കോഴിക്കോട് ഇതെടുത്തോ, അവന്റെ റൂമിലേക്ക് വെച്ചാ. ഇതെടുത്ത് അവരുടെ റൂമിലേക്ക് വെച്ചാ. എനിബഡി അഖിൽ, നിനക്ക് അസംബ്ലി അറിയില്ലേ? അല്ല, ഈ മോട്ടോർ തമ്മിൽ ബന്ധിപ്പിക്കുന്നവരോട് അസംബ്ലിക്ക് നിൽക്കേണ്ടി വരല്ലോ എന്ന് വിചാരിച്ചു. കോഴിക്കോട് കോമാളി അടുത്ത വണ്ടി വിട്ടോ. നമ്മളെ ജാക്കറ്റ് കൊടുത്തു. ജാസി ഫാമിലി എന്ന് പറഞ്ഞു. ജാസിന്റെ ഫാമിലിനെ വിളിക്കാൻ പറഞ്ഞു. ജാസി ഞാൻ വിളിക്കാം, ഇപ്പം വിളിക്കാം. ഇപ്പോൾ എൻ്റെ ഫോൺ എവിടെയുള്ള ഗൈസ്, ഞാൻ ഇവിടെ വന്നിട്ട് എനിക്കൊന്ന് ഏകദേശം ഒരു 3 മാസത്തിൻ്റെ അടുത്തായിട്ട് ആയിട്ടുള്ളൂ. വരുന്ന സമയത്ത് ഒന്നുമില്ല. 2-3 വർഷമൊക്കെ വലിയ പരിപാടി കാര്യങ്ങൾ തട്ടിമുട്ടിയൊക്കെ പോയതാണ്. ഇവിടെ വന്നപ്പോൾ അൽഹംദുലില്ലാ പൈസ അങ്ങനെ ഒന്നല്ല, എന്നാ ഫെയിം പരിപാടി ഞാൻ ആകെ എന്തൊക്കെ മൊത്തം അതെല്ലാം സ്പ്രേ അടിച്ചത്. ഞാനല്ല, ഞാൻ പൊട്ടിക്കല്ലേ. ഞാൻ ആഗ്രഹിച്ചതിനെക്കാട്ടും കൂടുതലായിട്ട് എല്ലാവർക്കും താങ്ക് യു. പിന്നെ എൻ്റെ ഉപ്പ, ഉമ്മ, അനിയനെ എല്ലാവർക്കും. സംഭവം ഡേറ്റ് അടക്കം ഞാൻ മറന്നുപോയി. അനിയനായിട്ട് ഓർപ്പിച്ചിട്ടാണ് ചാറ്റിൽ. അത് വേറൊരു കാര്യമുണ്ട്. ഇവിടെ വേറെ ആരെങ്കിലും ബർത്ത്ഡേ ഉണ്ടെങ്കിൽ
എന്തായാലും ഇവന്റെ ബർത്ത്ഡേ എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മളോട് പറയണത്. ഇവന് അല്ല ആരെങ്കിലും വന്നിട്ട് ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ജാസി എന്ന് പറഞ്ഞില്ലായിരുന്നു, ഞാനും അറിയില്ലായിരുന്നു, നമ്മളാരും അറിയില്ലായിരുന്നു ഇവന്റെ ബർത്ത്ഡേ ആണ്. ഇത്രയും കാലമായിട്ട് ഞാൻ ആഘോഷിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ നമുക്ക് മൈൻഡിലില്ല. അറിയില്ലായിരുന്നു നീ പറയരുത്, അറിയായിരുന്നു, ഓർമ്മയിൽ അങ്ങനെ ഓർമ്മ ഉണ്ടായിരുന്നു. ഇത്രയും കാലമായിട്ട് ഇങ്ങനെ സംഭവം ആരും കൂടിയിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ പിന്നെ അങ്ങനെ നോർമൽ ആയിട്ട് തന്നെ എടുത്ത്. ഇവന്റെ ബർത്ത്ഡേ ഉണ്ട് പോലും മുഷറഫിന്റെ. ഒരു ചവിട്ടും ഇങ്ങോട്ടേക്ക് വരും വേണ്ട, കോഴിക്കോട് വന്നിട്ട് നമ്മള് ചോട്ടിക്കോളാം. ബാക്കിൽ കുറച്ച് ആൾക്കാർ സൈഡായിട്ട് അല്ല മാക്ക് നിന്നോട് അടക്കാൻ പറയുന്നു. വരും എല്ലാരും ഒപ്പം നിന്നേലും വിഷ് ചെയ്ത് എല്ലാത്തിനും താങ്ക് യു. നിങ്ങൾ കാരണമാണ് ഞാൻ ഇത്ര ഈ ലെവലിലേക്ക് എത്തിയ. താങ്ക് യു. അമ്മ ഇവന്റെ പ്രസംഗം വിളിക്കാനുള്ള അവസാനം. അപ്പൊ ലെറ്റ്സ് സ്റ്റാർട്ട് ദ പാർട്ടി ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട് ദ പാർട്ടി. കോൾ ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഞാൻ കാരണട്ടോ അവിടെ ഓനക്ക് താല്പര്യം ഓൾറെഡി വിളിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വെറുതെ ഇമോഷണൽ ഒരു ഡ്രാമ പോലെ ആണ്ടാൻ വെച്ചിട്ടാണ്. ഓനിക്ക് ഇമോഷണൽ ആയിട്ടുള്ള കാര്യമായിരിക്കും. പിന്നെ ഇവിടെ ഒരു സ്ട്രീമില് അങ്ങനെ ഒരു ഡ്രാമ പോലെ കാണിക്കേണ്ട ഇത് എനിക്ക് ഉണ്ടാവില്ല, മനസ്സിലാവും. നല്ല പ്രൈവറ്റ് കാര്യമല്ല, നിങ്ങളെന്താ അങ്ങനെ പറയുന്നത്? കോൾ ഫാമിലി എനിക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ വിളിക്കാൻ പറയുന്നത്? ഫാമിലി ഹാപ്പിയാണ്, അടിപൊളിയാണ്, അത്രേ ഉള്ളൂ. അതെ ഇപ്പൊ പിന്നെ നമുക്ക് സെറ്റ് എനിവേസ്